ബഹുമാന്യരെ, നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം നമഃ ശിവായ. ഈ 5 അക്ഷരങ്ങൾ കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ മുഴങ്ങുന്ന ഒരു മഹാമന്ത്രമാണ്. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മഹാദേവൻ എന്തുകൊണ്ട് ഇത്രയും വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന്? ഒരിടത്ത് ഗുരുവായി, മറ്റൊരിടത്ത് സംഹാരമൂർത്തിയായി, ചിലപ്പോൾ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമായി, മറ്റൊരിടത്ത് ലോകത്തെ രക്ഷിക്കാൻ വിഷം കുടിച്ച കരുണാസാഗരനായി. ഓരോ രൂപത്തിലും ഓരോ സന്ദേശമുണ്ട്. ഓരോ രൂപത്തിലും ഓരോ ആത്മീയ ശക്തിയുണ്ട്. ഈ അധ്യായത്തിൽ മഹാദേവന്റെ 9 പ്രധാന രൂപങ്ങളായ മഹാകാലൻ, നീലകണ്ഠൻ, ദക്ഷിണമൂർത്തി, അർദ്ധനാരീശ്വരൻ, നടരാജൻ, പശുപതിനാഥൻ, ഭൈരവൻ, ത്രിപുരാന്തകൻ, സദാശിവൻ എന്നിവരെ പറ്റിയും അവരുടെ പുരാണ പശ്ചാത്തലം, ആരാധനാവിധി, മന്ത്രം, ആത്മീയ സന്ദേശങ്ങൾ എന്നിവയെ പരിചയപ്പെടാം. ആദ്യത്തേത് മഹാകാലൻ. മഹാകാലൻ എന്നത് ശിവഭഗവാന്റെ ഏറ്റവും ശക്തവും ഉഗ്രവുമായ രൂപങ്ങളിൽ ഒന്നാണ്. മഹ എന്നാൽ വലിയ അല്ലെങ്കിൽ പരമമായ, കാല എന്നാൽ സമയം അല്ലെങ്കിൽ മരണം എന്നർത്ഥം. അതിനാൽ മഹാകാലൻ എന്നത് കാലത്തെയും മരണത്തെയും അതിജീവിക്കുന്ന പരമേശ്വരൻ എന്ന അർത്ഥമാണ്. ശൈവ പാരമ്പര്യത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ പ്രപഞ്ച ചക്രങ്ങളെ നിയന്ത്രിക്കുന്ന പരമശക്തിയായാണ് മഹാകാലനെ ആരാധിക്കുന്നത്. സമയം എല്ലാത്തിനെയും കീഴടക്കുമെങ്കിലും സമയത്തിന് പോലും അതീതമാണ് മഹാകാലൻ എന്നാണ് വിശ്വാസം. ശിവപുരാണത്തിൽ ഭക്തരെ രക്ഷിക്കുവാനായി കാലനെ പോലും നിയന്ത്രിക്കുന്ന രൂപമായാണ് മഹാകാലനെ വിവരിക്കുന്നത്. ജീവിതത്തിൽ മരണഭയം, അശാന്തി, അനിശ്ചിതത്വം എന്നിവ അതിജീവിക്കാനായി മഹാകാലനെ സ്മരിക്കാറുണ്ട്. ഒരു മഹാകാല മന്ത്രം ഇതാണ്: ഓം ശ്രീ ശ്രീ ക്ലൈ ക്ലൈ കാളികാലായ നമഃ. ഈ മന്ത്രം വിശ്വാസത്തോടെയും ഭക്തിയോടെയും ജപിക്കുന്നത് മാനസിക ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും സഹായകമായിരിക്കും. രണ്ടാമത്തേതാണ് നീലകണ്ഠൻ. നീലകണ്ഠൻ എന്നത് മഹാദേവന്റെ കരുണാമയമായ രൂപങ്ങളിൽ ഒന്നാണ്. നീല നിറമുള്ള കഴുത്തുള്ള ശിവൻ എന്നാണ് നീലകണ്ഠൻ എന്ന് അർത്ഥമാക്കുന്നത്. സമുദ്രമഥന സമയത്ത് പുറപ്പെട്ട ഹലാഹല വിഷം ലോകത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ സർവ ജീവരക്ഷയ്ക്കായി ആ വിഷം മഹാദേവൻ സ്വീകരിച്ചു. പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വിഷം നിലനിർത്തിയതിനാൽ കഴുത്ത് നീല നിറമായി. അങ്ങനെ അദ്ദേഹം നീലകണ്ഠൻ എന്ന നാമത്തിൽ പ്രസിദ്ധനായി. ഈ കഥ ത്യാഗത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ്. ഇനി നീലകണ്ഠ മന്ത്രത്തെ പറഞ്ഞു തരാം. ഓം നമോ നീലകണ്ഠായ സർവായ സിംഹായ സർവപാപ പ്രശമനായ ഹ്രീം നമഃ. ഇതാണ് നീലകണ്ഠ മഹാമന്ത്രം. വിഷഭയങ്ങൾ, രോഗങ്ങൾ, മാനസിക പ്രയാസങ്ങൾ എന്നിവയിൽ മുക്തി നേടാനായി ജപിക്കുന്ന നീലകണ്ഠ മഹാമന്ത്രമാണിത്. അടുത്തത് ദക്ഷിണമൂർത്തി. ദക്ഷിണമൂർത്തി മഹാദേവന്റെ ജ്ഞാനഗുരു രൂപമാണ്. ശൈവ സമ്പ്രദായത്തിൽ സകല വിദ്യകളുടെയും വേദങ്ങളുടെയും ആത്മജ്ഞാനത്തിൻ്റെയും ആദ്യ ഗുരുവായാണ് ദക്ഷിണമൂർത്തിയെ ആരാധിക്കുന്നത്. ദക്ഷിണ എന്നാൽ തെക്ക്, മൂർത്തി എന്നാൽ രൂപം. അതിനാൽ തെക്കോട്ട് അഭിമുഖമായി ഇരിക്കുന്ന ശിവന്റെ ഗുരു രൂപം എന്നാണ് ദക്ഷിണമൂർത്തി എന്ന നാമത്തിൻ്റെ അർത്ഥം. 4 മഹർഷിമാർക്ക് വാക്കുകളില്ലാതെ മൗനത്തിലൂടെ
ആത്മജ്ഞാനം നൽകിയതായി പ്രശസ്തമായ ഒരു കഥയുണ്ട്. ദക്ഷിണാമൂർത്തി മൂലമന്ത്രം ഇതാണ്: ഓം ധം ദക്ഷിണമൂർത്തയേ നമഃ. ജ്ഞാനം, ഓർമ്മശക്തി, വിദ്യാ പുരോഗതി ഇവയ്ക്കായി ജപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദക്ഷിണാമൂർത്തി മന്ത്രമാണ് ഇത്. വ്യാഴാഴ്ചകളിലും പ്രദോഷ ദിവസങ്ങളിലും ദക്ഷിണാമൂർത്തിയെ ഭക്തിയോടെ സ്മരിക്കുന്നതിനും ജ്ഞാനം, ഏകാഗ്രത, വിവേകം, ആത്മീയ വളർച്ച എന്നിവയ്ക്കുമുള്ള ഒരു മന്ത്രമാണിത്. യഥാർത്ഥ ഗുരു വാക്കുകൾ കൊണ്ട് മാത്രമല്ല, തൻ്റെ സാന്നിധ്യവും ജീവിതം കൊണ്ടും ജ്ഞാനം പകരുന്നവനാണ്. അടുത്തത് അർദ്ധനാരീശ്വരൻ. അർദ്ധനാരീശ്വരൻ എന്നത് ശിവന്റെയും പാർവതിയുടെയും സംയുക്ത ദിവ്യ രൂപമാണ്. ഈ രൂപത്തിൽ ഒരു ഭാഗം ശിവനെയും മറ്റേ ഭാഗം പാർവതിയെയും പ്രതിനിധീകരിക്കുന്നു. അതായത് പുരുഷത്വവും സ്ത്രീത്വവും ഒരേ ദൈവിക ശരീരത്തിൽ ഏകീകരിക്കുന്ന പ്രതീകാത്മകമായ രൂപമാണ് അർദ്ധനാരീശ്വരൻ. ഈ രൂപം സൃഷ്ടിയുടെ അടിസ്ഥാന തത്വമായ സമത്വവും ഐക്യവും വ്യക്തമാക്കുന്നു. പുരുഷനും സ്ത്രീയും വേറിട്ട ശക്തികളല്ല, മറിച്ച് പരസ്പരം പൂർണ്ണമാകുന്ന ദൈവിക ഊർജങ്ങളാണെന്ന ആത്മീയ സന്ദേശമാണ് അർദ്ധനാരീശ്വരൻ നൽകുന്നത്. ഓം ഹ്രീം ഉമാമഹേശ്വരാഭ്യാം നമഃ. ഇതാണ് അർദ്ധനാരീശ്വര മന്ത്രം. കുടുംബ സൗഖ്യം, സമതുലിത ജീവിതം, ദാമ്പത്യ ഐക്യം ഇവയ്ക്കായി അർദ്ധനാരീശ്വരനെ ആരാധിക്കുന്നു. അടുത്തതായി നടരാജൻ. നടരാജൻ എന്നത് ശിവഭഗവാന്റെ പ്രപഞ്ച നർത്തകന്റെ രൂപമാണ്. നട എന്നാൽ നർത്തകൻ, രാജൻ എന്നാൽ രാജാവ്. അതിനാൽ നടരാജൻ എന്നത് നൃത്തത്തിൻ്റെ രാജാവായ ശിവൻ എന്നാണ് അർത്ഥം. ശൈവ ദർശനത്തിൽ നടരാജന്റെ നൃത്തം ഒരു കലാപ്രകടനം മാത്രമല്ല, സൃഷ്ടി, സ്ഥിതി, സംഹാരം, നിരോഭാവം അഥവാ മായ, അനുഗ്രഹം എന്നീ പ്രപഞ്ചത്തിൻ്റെ പഞ്ചകൃത്യങ്ങളെ അഥവാ 5 ദിവ്യ പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദിവ്യ നൃത്തമാണ്. നടരാജ മന്ത്രം ഇതാണ്: ഓം ഹ്രീം നടരാജായ നമഃ. മഹാദേവന്റെ ആനന്ദ താണ്ഡവ രൂപമായ നടരാജമൂർത്തിയെ ഉപാസിക്കുന്നത് കലകളിൽ പ്രാവണ്യം നേടുന്നതിനും മനസ്സിന് ഏകാഗ്രതയും ഐശ്വര്യവും ലഭിക്കുന്നതിനും അത്യുത്തമമാണ്. കലാകാരന്മാരും നർത്തകരും സംഗീതജ്ഞരും നടരാജമൂർത്തിയെ വിശേഷാൽ പ്രാർത്ഥിക്കാറുണ്ട്. തിങ്കളാഴ്ചയും തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിലും നടരാജമൂർത്തിയെ ഭജിക്കുന്നത് കൂടുതൽ ഫലദായകമാണ്. അടുത്തത് പശുപതിനാഥൻ. പശുപതിനാഥൻ എന്നത് മഹാദേവന്റെ കരുണയും സംരക്ഷണവും നിറഞ്ഞ ഒരു മഹത്തായ രൂപമാണ്. പശു എന്ന സംസ്കൃത പദത്തിന് ഇവിടെ പശു എന്ന മൃഗം മാത്രമല്ല, എല്ലാ ജീവികളും എന്ന വിശാലമായ അർത്ഥമുണ്ട്. പതി എന്നാൽ നാഥൻ അല്ലെങ്കിൽ അധിപൻ. അതിനാൽ പശുപതി നാഥൻ എന്നത് സകല ജീവജാലങ്ങളുടെയും നാഥനായ ശിവൻ എന്നാണ് അർത്ഥം. പശുപതിനാഥന്റെ മന്ത്രം ഇതാണ്: ഓം ശ്രീ പശുപതിനാഥായ നമഃ. ധൈര്യം, ശത്രു നിവാരണം, ഭയമകറ്റൽ, എല്ലാ തടസ്സങ്ങളും മാറുന്നതിനും പാപമുക്തിക്കും വേണ്ടി പശുപതിനാഥനെ ആരാധിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഒരേ പരമാത്മാവിൻ്റെ മക്കളാണ്. അവരോട് കരുണയും സ്നേഹവും കാണിക്കുന്നതാണ് യഥാർത്ഥ ശിവാരാധന. അടുത്തത് ഭൈരവൻ. ഭൈരവൻ അഥവാ കാളഭൈരവൻ മഹാദേവന്റെ ഉഗ്രവും സംരക്ഷകവുമായ രൂപമാണ്. ധർമ്മത്തെ സംരക്ഷിക്കുകയും അധർമ്മത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയായാണ് ശൈവ പാരമ്പര്യത്തിൽ ഭൈരവനെ ആരാധിക്കുന്നത്. ഭൈരവ എന്ന സംസ്കൃത പദത്തിന് ഭയം ഇല്ലാതാക്കുന്നവൻ, ഉഗ്രശക്തിയുള്ളവൻ, അധർമ്മത്തെ സംഹരിക്കുന്നവൻ എന്നിങ്ങനെ അർത്ഥമുണ്ട്.
ശ്രീ കാലഭൈരവൻ്റെ ഒരു പ്രസിദ്ധമായ മന്ത്രമാണ് ഓം ഹ്രീം വടുകായ ആപദ്രുദ്ധാരണായ ഗുരു ഗുരു കാലഭൈരവായ നമഃ. ഭയവും മാനസിക അസ്വസ്ഥത അകറ്റാനും ധൈര്യം, ആത്മവിശ്വാസം എന്നിവ വളർത്താനും ധർമ്മനിഷ്ഠയോടും ആത്മീയ അച്ചടക്കത്തോടും ജീവിക്കാനുമായി ശ്രീ കാലഭൈരവനെ ആരാധിക്കുന്നു. അടുത്തത് ത്രിപുരാന്തകൻ. ത്രിപുരാന്തകൻ എന്നത് ഭഗവാൻ ശിവന്റെ അധർമ്മത്തെ നശിപ്പിക്കുന്ന വീരരൂപമാണ്. ത്രിപുരാസുരന്മാരെ സംഹരിച്ചതുകൊണ്ട് ത്രിപുരാന്തകൻ എന്ന് പേര് വന്നു. അതുപോലെ 3 പുരങ്ങളെ അഥവാ നഗരങ്ങളെ നശിപ്പിച്ച ശിവനെന്നും അർത്ഥമുണ്ട്. ഇവിടെ 3 പുരങ്ങൾ മനുഷ്യൻ്റെ 3 പ്രധാന ബന്ധനങ്ങൾ, അതായത് അഹങ്കാരം, അജ്ഞാനം, ആസക്തി അഥവാ മോഹം ഇവയെ പ്രതിനിധീകരിക്കുന്നു എന്ന് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നു. ശ്രീ ത്രിപുരാന്തകന്റെ മന്ത്രം ഇതാണ്: ഓം ത്രിപുരാന്തകായ നമഃ. വിജയലാഭം, വിഘ്നനിവാരണം, ആത്മവിശ്വാസം എന്നിവയ്ക്കായി മഹാദേവന്റെ ത്രിപുരാന്തക രൂപത്തെ ആരാധിക്കുന്നു. അടുത്തത് സദാശിവൻ. സദാശിവൻ ഭഗവാന്റെ പരമവും നിത്യവും മംഗളകരവുമായ സ്വരൂപമാണ്. സദാ എന്നാൽ എപ്പോഴും അല്ലെങ്കിൽ നിത്യം, ശിവ എന്നാൽ മംഗളം, ക്ഷേമം, പരമശുഭം. അതിനാൽ സദാശിവൻ എന്നത് എന്നും മംഗളകാരനായ ശാശ്വതനായ പരമേശ്വരൻ എന്നാണ് അർത്ഥം. സദാശിവനെ സൃഷ്ടിക്കും സംഹാരത്തിനും അതീതമായി പരബ്രഹ്മ സ്വരൂപമായി വിശേഷിപ്പിക്കുന്നു. സദാശിവനെ പലപ്പോഴും പഞ്ചമുഖ രൂപത്തിൽ ചിത്രീകരിക്കാറുണ്ട്. ഓരോ മുഖത്തിനും ഓരോ പ്രത്യേക അർത്ഥമുണ്ട്. ഒന്ന് സാധ്യോജാതൻ, സൃഷ്ടിയുടെ ശക്തി; വാമദേവൻ, സംരക്ഷണം, കരുണ; അഘോരൻ, സംഹാരം, ഭയനിവാരണം; തത്പുരുഷൻ, ധ്യാനം, യോഗം, ആത്മജ്ഞാനം; ഈശാനൻ, പരമജ്ഞാനവും അനുഗ്രഹവും. ഈ 5 മുഖങ്ങൾ സദാശിവന്റെ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്നു. ഒരു സദാശിവ മന്ത്രം ഇതാണ്: ഓം സദാശിവായ നമഃ. ആത്മീയ ഉന്നതി, മോക്ഷബോധം, മനഃശാന്തി എന്നിവയ്ക്കായി സദാശിവ രൂപത്തെ ആരാധിക്കുന്നു. സുഹൃത്തുക്കളെ, മഹാദേവന്റെ ഈ 9 ദിവ്യരൂപങ്ങളുടെ ചുരുക്ക വിവരണം ഇങ്ങനെയാണ്. മഹാകാലൻ നമ്മെ ഭയത്തെ ജയിക്കാൻ പഠിപ്പിക്കുന്നു. നീലകണ്ഠൻ ത്യാഗത്തിൻ്റെയും മഹത്വം കാണിച്ചു തരുന്നു. ദക്ഷിണമൂർത്തി ജ്ഞാനത്തിൻ്റെ വഴി തെളിയിക്കുന്നു. അർദ്ധനാരീശ്വരൻ സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം നൽകുന്നു. നടരാജൻ ജീവിതം മാറ്റങ്ങളുടെ ഒരു ദിവ്യ നൃത്തമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പശുപതിനാഥൻ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കാൻ പഠിപ്പിക്കുന്നു. കാലഭൈരവൻ ധർമ്മത്തെ കാത്തുസൂക്ഷിക്കാനും അഹങ്കാരം ഉപേക്ഷിക്കാനും ഉപദേശിക്കുന്നു. ത്രിപുരാന്തകൻ ഉള്ളിലെ അജ്ഞാനവും ദുഷ്പ്രവണതകളെയും ജയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സദാശിവൻ നിത്യശാന്തിയെയും പരമജ്ഞാനത്തിൻ്റെയും വഴിയിലേക്ക് നമ്മെ നയിക്കുന്നു. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.